എടുക്കാൻ സാധിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ട് ആ ഒരു ടെൻഷനിൽ ഇത്രയും വർഷം ജീവിക്കേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അതിന് നമുക്ക് പരിഹാരമില്ലാത്ത കാര്യമാണെങ്കിൽ ശരിയാ. നമുക്ക് പരീക്ഷത്തിൻ്റെ കഥ അറിയാമല്ലോ. 7 ദിവസം കഴിയുമ്പോഴത്തേക്കും തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കുമെന്ന് നേരത്തെ ശാപം കിട്ടി, അതറിഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചത്? അതറിഞ്ഞപ്പോഴത്തേക്കും വളരെ വിഷമമായി. കടലിൽ നടുക്ക് വലിയ 7 നിലയുള്ള മാളിക പണിത് ആ പാമ്പ് വരാതിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. അത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റിയോടുകൂടി ഇരുന്നു. പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടി നടന്നു. ഭാഗവത സപ്താഹം അവിടെ നടന്നു. അന്ന് മുതലാന്ന് തോന്നുന്നു ഭാഗവതത്തിൻ്റെ ഒരു സപ്താഹം തുടങ്ങിയത്. ആ ഭാഗവത സപ്താഹം 7 ദിവസം കഴിഞ്ഞു. തക്ഷകൻ വന്നപ്പോൾ തക്ഷകനോട് എൻ്റെ ശരീരം എടുത്തോ, അല്ലെങ്കിൽ എൻ്റെ ജീവൻ നീ എടുത്തോ എന്ന് ഒരു വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് പരീക്ഷിത്ത് രാജാവ് എത്തിയിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും നമുക്ക് മാനസികമായിട്ട് അതിനെ നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് നമുക്കതിനെ ഇത് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മാർക്കണ്ഡേയൻ്റെ കഥ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ഒരു അല്പായുസായിട്ടൊരു കുട്ടി ലാസ്റ്റ് ശിവാരാധന കാലം വരുന്ന സമയത്ത് ശിവനെ പ്രാർത്ഥിച്ച് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരണമില്ലാത്ത ആളായിട്ട് മാറി, മാർക്കണ്ഡേയ മഹർഷിയായിട്ട് മാറി. ഇതെല്ലാം ഇന്നത്തെ കാലത്തും പ്രായോഗികമാണ്. പക്ഷേ ഇതെന്താ വേണ്ടത്? നമ്മളിത് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാനുള്ളൊരു ടെക്നിക്ക് അത് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ നമ്മൾ എല്ലാ കുടുംബങ്ങളും, നമ്മൾ ഇന്ത്യയുടെ ഒരു അസറ്റാണ് ഈ ജ്യോതിഷം വേദങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഒരാളെങ്കിലും ഇത് പഠിക്കണം. എന്നിട്ട് അത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുകയും കൂടെ വേണം. പണ്ടൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഈ അറിവുകളൊക്കെ തലമുറകളായിട്ടാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു കാലഘട്ടം നിന്നുപോയി. ഏകദേശം ഒരു 180 വർഷങ്ങൾ മുമ്പ് അവിടെ ജനാധിപത്യവും മറ്റ് സ്വാതന്ത്ര്യ സമരവും അതും ഇതൊക്കെ ഭരണം വന്ന് എല്ലാം സയൻറ്റിഫിക്കായിട്ട് ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെയുള്ളൊരവസ്ഥ എത്തി. പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഇന്നും സത്യമായതുകൊണ്ടാണ് ഇന്നും സനാതനമായിട്ട് നിലനിൽക്കുന്നത്. ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്ത എല്ലാ മതസ്ഥർക്കും ഇന്ന് വിശ്വാസമുണ്ട്. എനിക്കറിയാം, ഒരുപാട് ആൾക്കാരുണ്ട്, വിശ്വാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടെയും ജാതകം നോക്കി ജാതകത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളുള്ള സമയമുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള കുറച്ച് മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ കുട്ടികളൊക്കെയാണെങ്കിൽ തന്നെ നമുക്ക് ചെറുപ്പത്തിലെ ജാതകം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും, അതിന് ഏത് ദേവതയാണ് ഉപാസനയായിട്ട് അല്ലെങ്കിൽ ഉപാസനയായിട്ട് എടുക്കേണ്ടത്, അതൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ നല്ലൊരു ജീവിതം കുടുംബത്തിലും ഫാമിലിയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്കും എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാമൂഹിക സേവനമാണിത്. പിന്നെ ഇതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ അവരെ ആ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത ട്രബിളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് പ്രായോഗികമാണെന്ന് മനസ്സിലാകുന്ന ആൾക്കാർക്ക് നമുക്കിതൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രഹനില നമുക്ക് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്നത് വേദത്തിൻ്റെ ഒരു ഭാഗമാണ് ജ്യോതിഷം. വേദത്തിൽ 6 വേദാംഗങ്ങളുണ്ട്. അതിലൊരു അംഗമാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. ആ ജ്യോതിഷത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രഹനില എടുക്കുന്ന ഒരു ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിരുന്നു.
നമുക്കിവിടെ ഓപ്പൺ ചെയ്യുന്നു. ആ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഒന്നുകൂടെ ഷെയർ ചെയ്യുക. പുതിയതായിട്ടൊന്ന് ഇതാണ് നമ്മുടെ ലിങ്ക്. പ്രോ കേരള എന്ന് പറയുന്നൊരു സൈറ്റാണ്. ഇത് ഫ്രീ സൈറ്റാണ്. പിന്നെ അതിനകത്ത് കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗ്രഹനില നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണം പേരിടാം. ഒരു ഫ്രണ്ടാണ്, ശരിക്കുള്ള പേര് വേണം എഴുതാം. അപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം നമുക്ക് പേരാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നെ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസമുണ്ട്. കാര്യം ആ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണം 7-ാം ഭാവം 8-ാം ഭാവം അങ്ങനെയുള്ള കാര്യങ്ങൾ, ചൊവ്വയുടെ നിൽപ്പ്, അങ്ങനെയുള്ള പല ശുക്രൻ്റെ നിൽപ്പ്, ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീയും പുരുഷനും ആണെങ്കിൽ മാത്രമേ നമുക്ക് വിവാഹ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം. 1974 ഇയർ. നവംബറാണ്, നവംബർ മാസമാണ്. നവംബർ 3-ാം തീയതിയാണ്. പിന്നെ ജന്മസമയം 7:35 എന്നാണ് പറയുന്നത്. രാവിലെയാണ്. അപ്പോൾ AM എന്നുള്ള സ്ഥലം. ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് മൂവാറ്റുപുഴ അടുത്ത് ആണ്. അപ്പോൾ ഇവിടെ സ്ഥലം ഇടാം. അപ്പോൾ അതിൻ്റെ നമ്മൾ സ്ഥലത്തിൻ്റെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും സ്ഥലം ഈ ലിസ്റ്റിൽ കാണിക്കും. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥലം നമുക്ക് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ മൂവാറ്റുപുഴ എന്നുള്ളത് കിട്ടും. വളരെ കൃത്യമായിട്ടുള്ള സ്ഥലം വേണമെന്നില്ല. ഉദാഹരണത്തിന് കോട്ടയം ഇട്ടാലും ഏകദേശം നമുക്കത് കിട്ടും. അപ്പോൾ ആ സ്ഥലം ഏകദേശം ഒരു 25-30 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭൂമധ്യരേഖയുടെ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അതിൻ്റെ അക്ഷാംശവും രേഖാംശവും വെച്ചാണ് ജാതകം കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ ജനിച്ച വർഷം, മാസം, ദിവസം, പിന്നെ സമയം വേണം. ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പ്രശ്നമില്ല എന്ന് പറയുമെങ്കിലും പ്രശ്നം ചിലപ്പോൾ ഉണ്ടാകും, മാറിപ്പോകാൻ ചിലപ്പോൾ. എങ്കിലും അരമണിക്കൂറിനുള്ളിൽ കറക്റ്റായിട്ടുള്ള ഒരു ടൈമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ജനിച്ച സ്ഥലം വേണം. അപ്പോൾ ജാതകം എടുക്കുക. നമുക്ക് ജാതകം വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് അത്യാവശ്യമുള്ളത്. ഇതിപ്പോൾ ഇവിടെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും. ഗ്രഹനിലയിൽ ഒരു 360 ഡിഗ്രിയാണ് ആ ഫുൾ ഗ്രഹനിലയുടെ ഡിഗ്രി. അപ്പോൾ അതിൽ ഓരോ ഗ്രഹങ്ങളും ഏതൊക്കെ ഡിഗ്രികളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, അങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെയും, രാഹു, കേതു, ഇതെല്ലാം വരുന്നുണ്ട്. കൂടാതെ ഗുളികനും വരും. ഗുളികനകത്ത് ഈ വെബ്സൈറ്റ് ഗുളികൻ കാണിക്കില്ല, സാരമില്ല. നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ മിക്കവാറും ഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് ശേഷം വരുന്നതാണ് ഗ്രഹനില എന്ന് പറയുന്നത്, രാശി ചാർട്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത്തേത് നോക്കണ്ട, ആദ്യത്തെ ഭാഗം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഓരോ ഭാഗങ്ങളാണ്. ഇത് ഗു എന്ന് വെച്ചാൽ ഗുരു എന്ന് വെച്ചാൽ വ്യാഴം ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ചന്ദ്രൻ, അതുപോലെ ശി എന്ന് വെച്ചാൽ ശിഖി എന്ന് പറഞ്ഞാൽ
കേതുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഹു കേതു എന്ന് പറയുന്നത് ശരിക്കും ഒരു ഛായാഗ്രഹങ്ങളാണ്. ശരിക്കും സോളിഡായിട്ടുള്ള ഗ്രഹമല്ല, ഛായാഗ്രഹങ്ങളാണ്. നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. രാഹു കേതു. പിന്നെ ഇവിടെ മാ എന്ന് പറഞ്ഞാൽ മാന്നി എന്നാണ് പറയുന്നത്. അത് ശനിയെയാണ് നമ്മൾ മന്ദൻ എന്ന് പറയുന്നത്. ശനി എന്ന് വെച്ചാൽ ഏറ്റവും സൗരയൂഥത്തിലെ ഏറ്റവും പുറത്ത്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് അത്രയും അകലത്തിലായതുകൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങി വരാൻ വേണ്ടി 32 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഭൂമി ഒരു വർഷം കൊണ്ട് സൂര്യനെ വലം വയ്ക്കും. പക്ഷേ ശനി 32 വർഷം കൊണ്ടാണ് ഒരു പ്രാവശ്യം സൂര്യനെ വലം വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മന്ദൻ, വളരെ മന്ദമായിട്ട് പോകുന്ന ആളാണ്. അതിന് മന്ദൻ എന്നാണ്, മാ എന്നാണ് എഴുതുന്നത്. പിന്നെ ഇവിടെ സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയെ നമ്മൾ കുജൻ എന്നാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. സാധാരണ ജാതകത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണത്. പിന്നെ ഇവിടെ നോക്കിയാൽ സ എന്ന് കാണാം, അത് സർപ്പം, അതായത് രാഹു തന്നെയാണ് നമ്മൾ സർപ്പം എന്ന് എഴുതുന്നത്. സർപ്പമായിട്ട് ബന്ധമില്ല. അത് പ്രശ്നം ചിന്തിക്കുമ്പോൾ മാത്രമേ അത് സർപ്പ ആരാധനയൊക്കെ ആയിട്ട് ബന്ധം വരത്തുള്ളൂ. പക്ഷേ ഒരാളുടെ വ്യക്തിയുടെ ജാതകം നോക്കുമ്പോൾ സർപ്പം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. ഒരു നിഴൽ ഗ്രഹം, രാഹുവും കേതുവും, അത് ശിഖിയും സർപ്പവും 2 നിഴൽ ഗ്രഹങ്ങളാണ്. അത്രമാത്രം നമുക്ക് മനസ്സിലാക്കിയാണ്. പിന്നെ ഇവിടെ ല എന്നുണ്ട്, ലഗ്നം എന്ന് പറയും. അതെന്താണ് നമ്മൾ ഡീറ്റെയിൽ നമ്മൾ പറയാം, പിന്നീട് പറയും. ലഗ്നം എന്ന് പറയുന്നത് ആ ജനിച്ച സമയത്ത് ഏത് രാശിയാണോ ഉദിച്ചു നിന്നത്, അതാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1-ാം ഭാവം എന്നും പറയാം. ല എന്നുള്ളത് അല്ലെങ്കിൽ ലഗ്നമുള്ളത് 1-ാം ഭാവം എന്ന് നമ്മൾ പറയും. 1-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. മൊത്തം 12 ഭാവങ്ങളുണ്ട്, 12 ചതുരങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഓരോന്നും ഓരോ ഭാവം എന്ന് പറയും. അതിൽ 1-ാമത്തെ ഭാവത്തിലാണ് ല എന്നെഴുതുന്നത്. അപ്പോൾ ഈ ജനിച്ച സമയം കറക്റ്റ് അല്ലെങ്കിൽ ഈ ല എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവും. അപ്പം അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1-ാം ഭാവം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫലം ഒരിക്കലും കറക്റ്റ് ആയിരിക്കത്തില്ല. കിട്ടുന്ന ആളുടെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പറയുന്നത് കറക്റ്റ് ആകാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ഏകദേശം 2 മണിക്കൂറാണ് ഒരു ഭാവത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ടൈം 2 മണിക്കൂർ മാറിപ്പോയാൽ എന്നാ പറ്റും? ഈ ലഗ്നം എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവും. അപ്പോൾ കിട്ടുന്ന ഫലങ്ങളെല്ലാം മാറിപ്പോവും. അത് തെറ്റായിരിക്കും നമ്മൾ പ്രവചിക്കുന്നത്. അപ്പോൾ അങ്ങനെ സമയം അറിയത്തില്ലെങ്കിൽ നമ്മൾ പ്രവചിക്കാൻ നിൽക്കരുത്. സമയം കൃത്യമായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പറയുന്ന ഫലങ്ങൾ കറക്റ്റായി വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു രാശി ചാർട്ട് അല്ലെങ്കിൽ ഗ്രഹനില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിവാഹ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗ്രഹനിലയാണ് മാച്ച് ചെയ്യാൻ വേണ്ടി പരസ്പരം കൈമാറുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് നോക്കി, ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. ജന്മശിഷ്ടം 6 വർഷം 4 മാസം 27 ദിവസം ആണ് ആദ്യത്തെ ദശാകാലം. അപ്പോൾ ആദ്യത്തെ ദശ എന്ന് പറയുന്നത് ചൊവ്വ ദശയാണ്. അതായത് 1981 വരെ ചൊവ്വ ദശാകാലം. അതിനുശേഷം രാഹു ദശ,